മാരാർ ഒരു നിലപാടില്ലാത്ത ഒരാളാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റിയാക്ഷൻ? എന്തായിരിക്കും എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? ഇനി ഞാൻ മാറ്റി നിലപാട് ഏതൊക്കെയാന്ന് പറ. ഞാൻ ബിഗ് ബോസിൽ പോകില്ലെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ പോയി. അത് നിലപാടാ. പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റവും മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടില്ല, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരിച്ചു പറയും. പിന്നെ ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ ഇരിക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. 4% കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി.